എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകം കളിയിക്കാവിളയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ്. ക്വാറി ഉടമ ദീപുവിൻ്റെ കൊലപാതക കേസിലെ പ്രതി അമ്പിളിയെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകും എന്ന വിവരമാണ് വരുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഈ പറഞ്ഞ പ്രതി അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് നിശ്ചയമായും കണ്ടെത്താനായിട്ടുണ്ടാകാം. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, തെളിവുകൾ, ആ രീതിയിൽ അപ്പോൾ എന്തൊക്കെയാണ് അത്തരത്തിൽ വരുന്ന വിവരങ്ങൾ, പോലീസിൽ നിന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? ശരത്, ഏതായാലും ഈ ദീപുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതി അമ്പിളി പോലീസ് പിടിയിലായിട്ടുണ്ട്. പക്ഷേ അമ്പിളി പറയുന്ന കാര്യങ്ങൾ അതേപടി പോലീസ് മുഖവിലേക്കെടുക്കുന്നില്ല. കാരണം അമ്പിളി പറയുന്നതിൽ പലതിലും പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ വീട്ടിൽ, അതായത് മലയത്തും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകരയിലും ഈ കൃത്യം നടന്ന കൊലപാതകം നടന്ന കളിയിക്കാവിളയിലും അടക്കം പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. പക്ഷേ അമ്പിളി പറയുന്നതിൽ പല കാര്യങ്ങളും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അമ്പിളിയുടെ ഭാര്യയെയും കഴിഞ്ഞ ദിവസം പോലീസ് മൊഴിയെടുക്കുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു. ഇവർ പറയുന്നതിലും ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ കൂടി നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഈ കൃത്യത്തിന് പിന്നിലുള്ള മോട്ടീവ് എന്നുള്ള കാര്യം സംബന്ധിച്ച് കൂടുതൽ കൃത്യതയോടുകൂടി പറയുവാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് സൂചനകൾ ഇയാൾ പറയുന്നതിലെ വൈരുദ്ധ്യം, ഇയാളാണ് ഈ കൊല ചെയ്തത് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? പക്ഷേ പോലീസിനെ കുഴയ്ക്കുന്ന വിധത്തിൽ ഇയാൾ വരുന്ന മൊഴികളിലെ വൈരുദ്ധ്യം, അത് ഏത് നിലയിലാണ് ഇപ്പോൾ വരുന്ന സൂചനകളിലുള്ളത്? ശരത്, ഏതായാലും നിലവിലിപ്പോൾ ഈ അമ്പിളി പറയുന്നത് അമ്പിളി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ള കാര്യമാണ്. പക്ഷേ അമ്പിളിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു കൃത്യം നിർവഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അമ്പിളിയുടെ ആരോഗ്യസ്ഥിതി വെച്ച് പറയുവാൻ സാധിക്കുക എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പോലീസിൻ്റെ ഭാഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് നേരത്തെ അറിയാവുന്നവരാണ്, ദീപുവിനും അമ്പിളിക്കും തമ്മിൽ നേരത്തെ മുൻപരിചയമുള്ളവരാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ രീതിയിലാണ് അമ്പിളി മറുപടി നൽകുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പിളിയെയും ദീപുവിനെയും അറിയുന്ന ചില പൊതുവായിട്ടുള്ള സുഹൃത്തുക്കൾ, അവരെ കൂടി പോലീസ് ഇതിനകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരത്ത്, ശരി, ഷീജയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.